നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ക്രൈം ഡ്രാമ ജേണറിൽ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സംവിധായകൻ ആരാണെന്ന ചോദ്യത്തിന് പലരുടെയും ഉത്തരം ജിത്തു ജോസഫ് എന്നായിരിക്കുമല്ലേ. മെമ്മറീസ്, ദൃശ്യം 2, കൂമൻ, നേര് ഈ സിനിമകളെല്ലാം അതിനുള്ള തെളിവുകളാണല്ലേ. ദൃശ്യം എന്ന സിനിമ മലയാള സിനിമയിൽ ഉണ്ടാക്കിയ ഓളം ഇന്നും ചെറുതൊന്നുമല്ല. എത്ര ഭാഷകളിലേക്കാണല്ലേ ഈ സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടത്. ദൃശ്യം 3ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇന്ന് മലയാള സിനിമ. എന്നാൽ ദൃശ്യത്തിന് മുൻപ് ഒരു സ്റ്റാർട്ടർ പോലെ ജിത്തു ജോസഫിന്റെ തന്നെ മറ്റൊരു ക്രൈം ഡ്രാമ മൂവി ആയാലോ. ജിത്തു ജോസഫിന്റെ ഏറ്റവും പുതിയ ചിത്രം വലതുവശത്തെ കള്ളൻ എന്ന സിനിമ ജനുവരി 30 ഈ മാസം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ബിജു മേനോന്റെയും ജോജു ജോർജിന്റെയും കോമ്പിനേഷനിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത്. മുറിവേറ്റൊരു ആത്മാവിന്റെ കുമ്പസാരം എന്ന ടാഗ് ലൈനോടാണ് വലതുവശത്തെ കള്ളൻ എന്ന ഈ സിനിമയുടെ ടൈറ്റിൽ ലുക്ക് ആദ്യം പുറത്തിറങ്ങിയിരുന്നത്. വേറിട്ട അഭിനയ മുഹൂർത്തങ്ങളുമായാണ് ചിത്രം പുറത്തിറങ്ങുന്നതെന്നാണ് ടീസർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക. മലയാള സിനിമയിലെ പ്രോമിസിംഗ് ആയിട്ടുള്ള 2 ആക്ടേഴ്സ് ആണ് ബിജു മേനോനും ജോജു ജോർജും അല്ലേ. ഇവരുടെ ഒരു കോംബോ ആണ് ഇതൊരു ജിത്തു ജോസഫ് സിനിമ എന്നതിലെല്ലാം ഉപരി ഈ സിനിമയുടെ ഹൈലൈറ്റ് ആയി വരുന്നത്.